അസീസ് നെടുമങ്ങാട് വീണ്ടും ഇവിടെ ഇരിപ്പുണ്ട്. മറ്റേ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു അടി, വെള്ളറടയിലെ അടി. അത് നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കണം കേട്ടോ. പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും, വെള്ളറടയിലെ അടി. അത് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറിപ്പോവും. എന്തായാലും അത് കേൾക്കാൻ ആൾക്കാർ ആകാംക്ഷാപൂർവ്വം ഇരിക്കുകയാണ്. നമുക്ക് അതിലോട്ട് വരാം. അതിനു മുമ്പ് നമ്മുടെ അടുത്ത സെഗ്മെന്റിലോട്ട് കയറിയാലോ? തീർച്ചയായിട്ടും. സവാരി ഗരഗരേ തുടങ്ങിയാലോ? തുടങ്ങാം, തീർച്ചയായിട്ടും. ആദ്യത്തെ ചോദ്യം കേട്ടുള്ളൂ. ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ നായികയുടെ പേരെന്താണ്? അതെന്തായാലും ഓർക്കുമല്ലോ. എ അനു ഇമ്മാനുവൽ, ബി മധുമിത, സി സംയുക്ത. മനു ഇമ്മാനുവൽ. അനു ഇമ്മാനുവൽ ആണോ മനു ഇമ്മാനുവലോ? അനു 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 അനു. അത്ര പെട്ടെന്ന് പറയുന്നു ആണ്, കാരണം നമ്മുടെ പഴയ ഒരു ഫ്രണ്ട് ആണല്ലേ? അല്ല, എന്റെ ഫ്രണ്ട് അല്ല. പിന്നെ അല്ല, അതിനെ പേടിക്കുന്നതിനാ? പറഞ്ഞോളൂ. വൈഫിനെ പേടിയാണോ? അല്ല, കേക്ക് തരുന്നെന്ന് പറഞ്ഞ അല്ല, കുട്ടിയായിട്ട് എനിക്കൊരു ബന്ധമില്ല, സിനിമ കണ്ടുള്ള ഇതേ ഉള്ളു. അല്ലെ, വേറെ പരിചയമൊന്നുമില്ല. പക്ഷെ ആണ്. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ലേ ഇത്രയും ടെൻഷൻ അടിക്കുന്ന എന്തിന്? എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അല്ലേ അറിയാവുന്ന അറിയാത്തൊന്നുമില്ല. അല്ല, കമ്പനി ഇല്ല. അതെ, എനിക്കറിയാം. ഞാൻ ചോദിച്ചില്ലല്ലേ കമ്പനി ഉണ്ടെന്ന്. നമുക്കത് വിടാം, തെറ്റാണ് ശരിയാണ്. അപ്പൊ അനു ഇമ്മാനുവലിനെ ഞാന് നിങ്ങളുടെ ആവശ്യപ്രകാരം പൂട്ടി വെച്ചിരിക്കും. തുറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ അനു ഇമ്മാനുവലിന് വേണ്ടി ഒരു പാട്ടങ്ങ് പാടിയാലോ? പാടാം. പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ തുടുശോഭയഴും നിറമുന്തിരിനിൻ മുഖസൗരഭമോ പകരുന്നു. പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ. അതുപോലെ തന്നെ പാട്ടും ഗംഭീര പാട്ടാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. എക്സലന്റ്, നന്നായിട്ട് പാടിയിട്ട്. താങ്ക് യു സാർ. അപ്പം എ അനു ഇമ്മാനുവലാണ് നമ്മൾ പൂട്ടിയിട്ട്. പാവത്തിനെ തുറന്നു വിടണോ അതോ പോട്ടെ, ഇഷ്ടപ്പെടട്ടെ. ഇഷ്ടമാണല്ലേ? അല്ല, അനു നല്ല നടിയല്ലേ? അതെ, അതാ അല്ല, തുറന്നു വിടാൻ പറഞ്ഞപ്പോ പാവം എന്ന് പറഞ്ഞോണ്ട്. പാവാണോ? പിന്നെ പാവല്ലേ? പാവമാണ്. എങ്ങനെയാണ് ഈ പാവം എന്ന് പറഞ്ഞ്? ഈ പാവം എന്ന് പറഞ്ഞ എന്റെ പൊന്നെ വേറൊന്നും പറഞ്ഞു പരുത്തല്ലേ. എനിക്ക് ആ കൊച്ചിനെ അറിഞ്ഞൂടെ? ആ സിനിമയെ കണ്ടുള്ള പരിചയമുള്ളൂ, അത്രേ ഉള്ളൂ. അയ്യോ, ഇങ്ങനെയാണ് അപവാദങ്ങൾ. അനു ഇമ്മാനുവൽ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റ്സ്. ഒരു നിമിഷം ഇത് തെറ്റിപ്പോയെങ്കിൽ നീ പ്രാർത്ഥിച്ച്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ തൊട്ട് അവർ കാത്തിരിക്കുകയാണ്. ആ വെള്ളറടയിലെ അടി നമുക്കതങ്ങ് പറഞ്ഞാലോ? എന്താണ് നടന്നത്? നടന്നവരെ ഞാൻ പറയാം, പിന്നെ എനിക്ക് ഓർമ്മയില്ല. അതറിയാം, കാരണം അടി അത്ര ശക്തമായിട്ടുള്ള അടിയല്ലേ. അടി കൊണ്ട് അത് വേറൊന്നുമില്ല. ഞാൻ ദുബൈയിലെ സുരാജേട്ടൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് അല്പം ലേറ്റായിപ്പോയി. പ്രോഗ്രാം ലേറ്റായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ശീലമാണല്ലോ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി പോയി. പക്ഷെ അവർ ഒരു 2-3 മാസം കൊണ്ട് ഒരു അമ്പല പ്രോഗ്രാം നടത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ടീമായിരുന്നു. പിരിച്ചു പരിപാടി നടത്തി. ഞങ്ങൾ 9 മണിക്കുള്ള പരിപാടിക്ക് എത്തിയപ്പോൾ 10:45 മണിയായി. 11 മണിയായി. എത്ര? 9 മണിക്കുള്ള പ്രോഗ്രാമിന് 10:45-11 മണി അടുപ്പിച്ചായി. ചെന്ന് ഞാൻ ഗ്രീൻ റൂമിൽ കയറിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അത് മടലാണോ കൈയാണോ ഇവിടെ വന്നൊരു അടി വീഴുന്നു. പിന്നെ എനിക്ക് ഓർമ്മയില്ല. ഈ കിളിയൊക്കെ പറക്കും നമ്മൾ കേട്ടത്. അയ്യോ, ഒരു രക്ഷയില്ലാത്ത അടിയായിരുന്നു. തെറിയും വിളിച്ചുകൊണ്ടൊന്ന് ഒരു അടി. പക്ഷെ എന്റെ കൂടെ വന്ന ബിനു എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ, ഞാൻ അടിച്ചിങ്ങനെ തിരിഞ്ഞതും അവൻ ഇൻഷർട്ടൊക്കെ ചെയ്താണ് എയർപോർട്ടിൽ നിന്ന് പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ ലുങ്കിയിലും ബനിയനിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അവൻ 7 മണിക്ക് വന്നതുപോലെ 7 മണിക്ക് എനിക്ക് ചെറിയൊരു മിന്നായം പോലെ കണ്ട്. പിന്നെ ഞങ്ങൾ വീഴുന്നു. പിന്നെ എനിക്കൊരു ഓർമ്മയില്ല. പക്ഷേ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങി ആ പ്രോഗ്രാം തുടങ്ങിച്ചു അവര്. അതെങ്ങനെ? അത് ഞങ്ങൾ വല്ല നാട്ടിൽ പോയി നിൽക്കുന്ന അടി കൊണ്ട് വീണിട്ട് പിന്നെ ബോധം വന്നോ? എനിക്ക് ബോധം വന്നു ഇടവേളയ്ക്ക് ശേഷം.
ഓ, ഇടവേളയ്ക്ക് ശേഷം ശേഷമാണ് എനിക്ക് ബോധം വന്നത്. അപ്പൊ എന്നെ കൊണ്ട് അവർ സ്കിറ്റ് കളിപ്പിച്ച്. ശരി. ആ അടിയും കൊണ്ട് ഞാൻ സ്കിറ്റ് ഓർമ്മ നിന്നവല്ലോ എന്തോ. പക്ഷെ ഞങ്ങൾ അറിയാലോ, സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. പക്ഷെ അത് കേട്ട് ജനങ്ങൾ ചിരിച്ചെന്നു അവൻ പറയുന്നു. എനിക്കൊരു വല്ലാത്തൊരു മത്ത് പോലെ ഞാൻ അവശനായി നിൽക്കുകയായിരുന്നു. പൈസ ഒന്നോ കിട്ടിയോ? പൈസ വാങ്ങിയില്ല അവര്, നമ്മുടെ ടീം ആരും വാങ്ങിയില്ല. അമ്പലത്തില് വാങ്ങിയില്ല, പൈസ വാങ്ങിയില്ല. ഓ, നിങ്ങൾ വാങ്ങിച്ചില്ല? ഞങ്ങൾ വാങ്ങിയില്ല, കാരണം ഇത്ര ലേറ്റ് ആയതുകൊണ്ട്. അതെ, പിന്നെ കേസ് കൊടുത്ത് ഭയങ്കര പ്രശ്നമായി. ആര് കേസ് കൊടുത്തു? ഞങ്ങളുടെ ടീം തന്നെയാണ്, ഈ ട്രൂപ്പ്. പൈസ നിങ്ങൾ വാങ്ങിച്ചേ ഇല്ല, പിന്നെ തിരിച്ച് കേസും കൊടുത്തു? ഞങ്ങൾ കേസ് അവർക്ക് കൊടുത്തു. കേസ് കൊടുത്ത് പിന്നെ വൻ പ്രശ്നമായി. പിന്നെ മമ്മൂക്ക വരെ ഇടപെട്ട ഒരു കേസ്. അവിടെ വരെ പോയോ? അയ്യോ, ഭയങ്കര ഇതല്ലേ. അത് ശരി. അപ്പൊ ഈ വെള്ളറടയിലെ അടി ചില്ലറ അടിയല്ല മോനെ. പോയി കേന്ദ്രത്തിൽ പോയി മമ്മൂക്ക വരെ ഇടപെട്ട് സംസാരിച്ചു. പക്ഷെ ഒത്തീർപ്പാക്കാൻ വേണ്ടി പറഞ്ഞു. അത് ശരിയാണ്. അങ്ങനെ ഞാൻ ഒത്തീർപ്പാക്കി. അതിനുശേഷം ഞാൻ അവിടെ പ്രോഗ്രാമിന് പോയി. വീണ്ടും പോയി, വീണ്ടും അടി വാങ്ങിക്കാൻ പോയി. അല്ലല്ല, കറക്റ്റ് സമയത്തിന് എത്തിയ ഞാൻ അവനോട്ട് ഇപ്പൊ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ ഞാൻ ആലോചിച്ചു എന്തിനാണ് ആരാ അടിച്ചെന്ന്. അടിച്ചു. അത് ഭയങ്കര വൈറലായി, പെട്ടെന്ന് വൈറലായി. പുള്ളി ആരാന്ന് മനസ്സിലായോ? മനസ്സിലായി. ബിബിൻ എന്ന് പറഞ്ഞൊരു പേരാണ്. ബിബിനാ? അവൻ ഭയങ്കര ഫേമസ് ആയി ഇപ്പൊ. ഓ, പുള്ളി അങ്ങനെ ഫേമസ് ആയി? ഭയങ്കര ഫേമസ് നാട്ടില്. വെള്ളറടയിലെ അടിയൻ. അങ്ങനെ ഞാൻ ശേഷം പ്രോഗ്രാം പോയി. നല്ല സുഹൃത്തുക്കളാണ് ഇപ്പൊ. വിളിക്കും, സംസാരിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയെ വിളിക്കും? അല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നല്ല സുഹൃത്തുക്കളാണ്. വരും, കാണും. ഇതുപോലെ ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലേ? അറിയാം. അതില് 2007 തുടക്കം ഒരു തൃശ്ശൂരുകാരനൊരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ അവനെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാണ്. ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മുടെ അവിടുത്തെ മേക്കപ്പ് ഡിവിഷനിലുള്ള ഒരു കക്ഷി, വെള്ളനാട്, ഈ വെള്ളറട എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വെള്ളനാട് എന്ന് എനിക്ക് ഓർമ്മ. വെള്ളനാട് പൂവച്ചലാണ്. അപ്പോൾ വെള്ളനാട് അമ്പലത്തിലേക്ക് അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് ഇതുപോലെ ഗാനമേള ബുക്ക് ചെയ്തു ഇദ്ദേഹം. പുള്ളി പറഞ്ഞു വരാം. പുള്ളിക്ക് 2 മാനേജറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പം ഈ സീസൺ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി വരാമെന്ന് പറഞ്ഞ് ഇതുപോലെ 8 മണിക്ക് ഗാനമേള. അപ്പോൾ ഓർക്കസ്ട്ര ഒക്കെ വന്നിരിക്കുകയാണ്. ഒരു 9 മണിയായപ്പോഴത്തേക്ക് മിക്കവാറും അടി എവിടുന്ന് തുടങ്ങുന്ന ഒരു മണമൊക്കെ ഓർക്കസ്ട്രയ്ക്ക് കിട്ടി. അപ്പം അങ്ങനെ വലിയ പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് ഒരു കാറിൽ ഒരു 11:15 മണിയായപ്പോഴത്തേക്ക് വന്നു. അപ്പോൾ വന്നപ്പോഴെല്ലാവരും നമസ്കാരമൊക്കെ പറഞ്ഞ് സ്വീകരിച്ചു. വരും, നമുക്ക് ഒരു 2 ചായ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്പലത്തിൽ ഊട്ടുവരെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിൽ പുതിയതും ഉണ്ട്, പഴയതും കാണും. അങ്ങനെ പഴയ ഊട്ടുവരെ കൊണ്ടുപോയി. അവിടെ മുഴുവൻ കരി പിടിച്ച് കിടക്കും. അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ മടലാണോ തേങ്ങയാണോ കൊതുമ്പാണോ എന്നൊന്നും അറിഞ്ഞൂടാ. വേഷ ഒരടി കൊടുത്തിട്ട് അവനെ അവിടെ ഇട്ടു 11 മണിക്ക്. പിറ്റേ ദിവസം കാലത്ത് 7:30 മണിക്ക് 7-8 മണിയായപ്പോഴത്തേക്ക് സംഘാടകർ എന്ന് വിളിച്ചിട്ട് പറഞ്ഞ് വണ്ടി റെഡി ആയിട്ടുണ്ട്, പൊക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പൂവച്ചലിൽ താമസിക്കുന്ന. ഓ, അപ്പൊ അറിയാല്ലേ കഥ? അറിയാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കഥകൾ. അതെ.